കൃത്യമായൊരു നിലപാടെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ഭാഗത്ത് വേദയും അവളുടെ അസുഖവും, വേറൊരു ഭാഗത്ത് അതിന്റെ പേരിൽ വേദനിക്കുന്ന ഏട്ടൻ. വേദ ഇങ്ങനെയാവാൻ കാരണം ഞാനാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ എനിക്ക് ഇത്രയും വിഷമം. എടി, നിനക്കതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ ഭർത്താവായി വേണോന്ന് ആഗ്രഹിക്കാൻ അവളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ആഗ്രഹിച്ചെന്നെ കിട്ടിയ തിരിച്ചടിയായത്. പക്ഷേ ഒരു പെൺകുട്ടിയാ, അത് നമ്മൾ ഓർക്കണ്ടേ? ഓർക്കണ്ട. നമ്മുടെ ജീവിതത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഓർക്കാതിരിക്കുന്നതാ നല്ലത്. വേദയുടെ സ്ഥാനത്ത് നിനക്കായി ഗതികേട് വന്നിരുന്നെങ്കിലോ? നീ അവരോട് കാണിക്കുന്ന ദയ അവർ നിന്നോട് കാണിക്കുമായിരുന്നോ? എവിടുന്ന്? അതൊരു അവസരമാക്കിയെടുത്ത് ഇവളെ ഒഴിവാക്കിയേനെ. എടി, സഹതാപം വേണ്ടെന്നല്ല, അത് ഓവറാകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. ഇപ്പൊ തന്നെ നീലിനെ ഇവള് പറഞ്ഞു വിട്ടു. അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പോകണമെന്ന് നീലിന് തോന്നുവാണെ പൊക്കോട്ടെ, നീ ആയിട്ട് നിർബന്ധിക്കണ്ടായിരുന്നു. ഏട്ടൻ അനുഭവിക്കുന്ന സങ്കടം കണ്ടപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞ്. വേറെ ആരെയല്ലല്ലോ, വേദയല്ലേ. പോയി കാണേണ്ടത് ഏട്ടന്റെ ബാധ്യതയല്ലേ? ആ ഒരു ബാധ്യത നാളെ നിനക്കൊരു ബുദ്ധിമുട്ടായാലോ? അച്ഛാ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടെ വേണം നീ ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ഞാനൊരു വഴി പറയാം. നീ അവിടെ ചെന്ന് അവളെ ഒന്ന് കാണുക. ഇവളുടെ സാന്നിധ്യത്തിൽ അവൾ എങ്ങനെ പെരുമാറുന്നറിയാൻ അത് നല്ലൊരു മാർഗമാണ്. അങ്ങനെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛാ, നീലിനെ ഒഴിവാക്കി പ്രശ്നം ഇവൾക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. ഏയ്, അതൊന്നും നടക്കും തോന്നുന്നില്ല. നീലിന്റെ സ്ഥാനത്ത് നീല് തന്നെ വേണ്ടിവരും. ഏതായാലും ഇവളൊന്ന് പോട്ടെ. അത്രയും വലിയ ദുരിതം സംഭവിച്ചിട്ട് വന്നൊന്ന് കണ്ടില്ലെന്ന് പറയില്ലല്ലോ ആരും. അത് ശരിയാ. പക്ഷേ കാണുമ്പോൾ വേദയുടെ പ്രതികരണം അതെങ്ങനെയായിരിക്കും? അറിയില്ല, എന്തും പ്രതീക്ഷിക്കാം. അവള് വയലന്റ് ആയാൽ? വേണ്ട മോളെ, നീ പോണ്ട. പോണോ അമ്മാവാ? ഞാൻ പോവും. അവൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, എന്നാലും ഞാൻ പോവും.